ജർമ്മനിയിലെ ഒരു ഫേമസ് സിറ്റിയാണ് കൊളോൺ. കൊളോണിന്ന് ഏകദേശം 1 മണിക്കൂർ ട്രെയിൻ യാത്ര ചെയ്താൽ നമുക്ക് കോണിക്സ് വിൻഡർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്താം. അവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാസിൽ ഉണ്ടെന്ന് കേട്ടിട്ട് അത് കാണാൻ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ചെയ്ത യാത്രയാണ് ഇന്നത്തെ വീഡിയോ. കൊളോൺ ഹൗട്ട്ബാനോഫ് നിന്ന് ഞങ്ങൾ ആദ്യം തന്നെ ബോൺ ഹൗട്ട്ബാനോഫിലേക്ക് ഒരു ട്രെയിൻ എടുത്തു. പിന്നെ ബോണിൽ നിന്നായിരുന്നു ഞങ്ങൾക്ക് കോണിക്സ് വിൻഡറിലേക്കുള്ള ട്രെയിൻ. കാണുന്നത് റൈൻ റിവറാണ്. ഞങ്ങൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ചെറിയ കാറ്റും തണുപ്പും ഒക്കെ ഉള്ള കാരണം നല്ലൊരു ഫീലായിരുന്നു അവിടെ കുറച്ച് നേരം ഇരിക്കാനായിട്ട്. പിന്നീട് ഞങ്ങൾ ഈ കാസലിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ ഒരു ചെറിയ മാർക്കറ്റ് കണ്ടു. അതൊരു ആൻറ്റിക് മാർക്കറ്റായിരുന്നു. അവിടെ ഒരുപാട് വിൻറ്റേജ് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ക്ലോത്ത്സ്, ക്രാഫ്റ്റ്സ്, ആക്സസറീസ്, അങ്ങനെ പഴയകാലത്ത് അവരുടെ വീടുകളിൽ ഉപയോഗിച്ച സാധനങ്ങൾ, അവരുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ ആയിരിക്കാം, അവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസിൻ്റെ ആയിരിക്കാം, അന്ന് കാലത്ത് യൂസ് ചെയ്ത സാധനങ്ങളൊക്കെയാണ്. ഇതുപോലുള്ള മാർക്കറ്റ്സ് ജർമ്മനിയിൽ പല സ്ഥലത്തുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതെൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനൊരു മാർക്കറ്റിൽ പോകുന്നത്. ഈ കാസലിലേക്ക് പോകാനായിട്ട് നമുക്കൊരു ട്രെയിൻ എടുക്കണം. ആ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഞങ്ങൾ നടന്ന് ഫൈനലി അവിടെ എത്തി. നമുക്ക് അവിടെ എത്തിയിട്ട് ട്രെയിൻ എടുക്കാതെ ഹൈക്ക് ചെയ്തും പോകാൻ പറ്റും. പക്ഷെ വളരെ കുത്തനെയുള്ളൊരു കയറ്റമാണത്. പലരും അവിടെ ഹൈക്ക് ചെയ്ത് പോകുന്നുണ്ട്, പലരും സൈക്കിൾ ചെയ്ത് പോകുന്നത് ഞങ്ങൾ കണ്ടു. ഇതിന് ട്രെയിൻ എന്ന് പറയാൻ പറ്റില്ല, ഇത് ആക്ച്വലി ഒരു ട്രാമാണ്. പക്ഷേ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിതിൽ കയറാൻ പറ്റില്ല. അപ്പോൾ കൗണ്ടറിൽ ചെന്നിട്ട് നമ്മൾ വേറെ ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾ കാസലിലേക്കും ഈ ട്രാം റൈഡിനുള്ള ടിക്കറ്റ് കമ്പൈൻ ചെയ്താണ് എടുത്തത്. ഈ ട്രാമും ഈ സ്റ്റേഷനും യൂറോപ്പിൽ തന്നെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ആണ്. നമുക്ക് ആ ടിക്കറ്റ് തരുമ്പോൾ അതിൽ സിൻസ് 140 years എന്ന് എഴുതിയിട്ടുണ്ട്. അത്രയും കാലപ്പഴക്കമുള്ള ട്രെയിനാണിത്. ഈ ട്രാമിന് 3 സ്റ്റോപ്പാണുള്ളത്. ഒന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റ്, പിന്നെ ആ കാസിൽ, അതിനുശേഷം ഒരു സ്റ്റോപ്പും കൂടി ഉണ്ട്. ഈ ട്രെയിൻ എവറി 15 minutes ആണ് റൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ട്രെയിൻ മിസ്സായാൽ അടുത്ത 15 minutes വെയിറ്റ് ചെയ്യണം. അവർ നമ്പർ, നമ്മൾ എത്ര പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതിൽ എല്ലാവരും ഒരുമിച്ച് കയറ്റില്ല, ഒരു കൗണ്ട് എടുത്തിട്ടാണ് അവർ കയറ്റുന്നത്. അപ്പോൾ സംടൈംസ് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞങ്ങൾ ചെന്നതിന് ശേഷം ഞങ്ങൾ ഒരു 15 minutes വെയിറ്റ് ചെയ്തിട്ടാണ് ട്രെയിൻ വന്നത്. ഞങ്ങളങ്ങനെ 140 years പഴക്കമുള്ളൊരു ട്രെയിനിൽ ഇപ്പോൾ കയറിയിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് ഡ്രാക്കൻഫെൽസ്. ഞങ്ങളങ്ങനെ കാസലിൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങി. ഹൈക്ക് ചെയ്ത് വരുന്നവർ ഇതുപോലെ ഈ കാട്ടിലൂടെയാണ് കേട്ടോ വരുന്നത്. ഈ കാട്ടിലൂടെ സൈക്കിൾ ചെയ്തും നടന്നുമൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ട്. ജർമ്മൻസ് സ്പോർട്സിൽ ഭയങ്കര ആക്റ്റീവ് ആയതുകൊണ്ട് അവരെക്കൊണ്ട് അത് പറ്റും. ഞങ്ങളെക്കൊണ്ട് കുറച്ച് തന്നെ നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. താഴെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്ത ടിക്കറ്റ് കാണിച്ചിട്ടാണ് ഞങ്ങൾ കാസലിലേക്ക് എൻ്റർ ചെയ്തത്. താഴെ വെച്ച് ടിക്കറ്റ് എടുക്കുന്നില്ല, നിങ്ങൾ ഹൈക്ക് ചെയ്ത് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ മേലെ എത്തിക്കഴിഞ്ഞാലും ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്നാണ് ഞങ്ങൾ കണ്ടത്. അവിടെ ചെറിയ കൗണ്ടർ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ താഴെ നിന്ന് കമ്പൈൻഡ് ടിക്കറ്റ്സ് എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഡയറക്റ്റ് കയറാൻ പറ്റി. ഈ കാസലിൻ്റെ പേര് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്, ഡ്രാഹൻബർഗ്. അതിൻ്റെ മീനിങ് ഡ്രാഗൺസ് കാസിൽ എന്നാണ്. അങ്ങനെ ഒരു പേര് വരാൻ കാരണം ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത് ഡ്രാഹൻഫെൽസ് അഥവാ ഡ്രാഗൺസ് റോക്ക് എന്ന് പറയുന്ന മൗണ്ടെയിൻ്റെ മേലെയാണ്. ആ മൗണ്ടെയിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകളുണ്ട് എന്തുകൊണ്ട് അതിന് അങ്ങനെ ഒരു പേര് വന്നു എന്നുള്ളത്. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ സ്റ്റോറി നീബ്ലുങ്സ്ലീഡ് എന്ന് പറയുന്ന ജർമ്മൻ പോയത്തിൽ ഈ മൗണ്ടെയിനെ പറ്റി മെൻഷൻ ചെയ്തതാണ്. അതിൽ പറയുന്നത് ഈ മൗണ്ടെയിനിൽ ഒരു ഡ്രാഗൺ ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്നും ഈ പോയത്തിൽ മെൻഷൻ ചെയ്യുന്ന ഹീറോ ആ ഡ്രാഗണിനെ കൊന്ന് അതിൻ്റെ രക്തത്തിൽ കുളിച്ച് ഒരുപാട് ശക്തിയുള്ള ആളായി എന്നൊക്കെയാണ്.
ഈ കാസിൽ ഒരു മൗണ്ടൈന് മേലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ടോപ്പിൽ എത്തിക്കഴിഞ്ഞ് താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ അതിമനോഹരമാണ്. ജർമ്മൻ ബാങ്കർ കം ബ്രോക്കർ ആയിട്ടുള്ള ബാരൻ സ്റ്റീഫൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് താമസിക്കാൻ വേണ്ടി പാലസിന്റെ ഒരു രീതിയിൽ പണി കഴിപ്പിച്ചൊരു പ്രൈവറ്റ് വില്ലയാണ് ഈ ഡ്രാഹൻബർഗ് കാസിൽ. 2 വർഷം കൊണ്ടാണ് ഈ കാസിലിന്റെ പണി പൂർത്തീകരിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് അധികം നാൾ ഇവിടെ താമസിക്കാനൊന്നും പറ്റിയില്ല. പുള്ളി ആളുടെ ബാച്ചിലർ ടൈമിൽ തന്നെ മരിച്ചുപോയി. അപ്പോൾ ഈ കാസിലും ബാക്കി സ്വത്തുക്കളെല്ലാം അദ്ദേഹത്തിന്റെ റിലേറ്റീവ്സിന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു. റിലേറ്റീവ്സ് ഇത് പല ഓപ്ഷൻസിൽ വെച്ച് പലർക്കും സെല് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെല് ചെയ്തവർ വീണ്ടും വേറെ ചിലർക്ക് സെല് ചെയ്തു. ചില സമയങ്ങളിൽ ഇതൊരു സ്കൂളായിട്ട് റൺ ചെയ്തിട്ടുണ്ട്. പിന്നീട് വേൾഡ് വാറിന് ശേഷം ഈ പ്രോപ്പർട്ടി സ്റ്റേറ്റ് ഓഫ് നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയയുടെ ഓണർഷിപ്പിലാണുള്ളത്. ഹിസ്റ്ററിയും ആർക്കിടെക്ചറും പെയിൻറ്റിങ്സും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഡ്രാഹൻബർഗ് കാസിൽ വിസിറ്റ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇനി നിങ്ങൾ ഹിസ്റ്ററിയും ആർക്കിടെക്ചറും ഒന്നും ഇഷ്ടപ്പെടുന്ന ആളുകളല്ല, ജസ്റ്റ് ഒരു പിക്ചർസ്ക്യൂ എസ്കേപ്പ് ആണ് നോക്കുന്നതെങ്കിൽ അതിനും പറ്റിയൊരു ലൊക്കേഷനാണ് ഡ്രാഹൻബർഗ് കാസിൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു മൗണ്ടെയിൻ്റെ മേലെയാണല്ലോ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് താഴേക്കുള്ള വ്യൂ മനോഹരമായിരിക്കും. നമ്മൾ ഈ കാസലിൻ്റെ എൻട്രൻസിൽ എത്തുമ്പോൾ അവിടെ ഒരു ടെറസ് സ്പേസ് ഉണ്ട്. അവിടെ ഇരുന്ന് നമുക്ക് കോഫിയൊക്കെ കുടിക്കാം. അവിടെ ഒരു വ്യൂ കിട്ടും. അതല്ലാതെ നമുക്ക് ഈ കാസലിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് പോകാനൊരു ഓപ്ഷൻ ഉണ്ട്. ചെറിയ സ്റ്റെപ്സ് കയറി വേണം നമുക്ക് പോവാൻ. പക്ഷേ ഈ ചെറിയ സ്റ്റെപ്സ് ബുദ്ധിമുട്ടി കയറി മേലെ എത്തിക്കഴിയുമ്പോൾ അവിടെ നിന്ന് കാണുന്ന വ്യൂ നമുക്ക് ഈ കയറാനുള്ള ബുദ്ധിമുട്ടൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിക്കോളും. നല്ല ലഷ് ഗ്രീൻ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിൻ്റെ ഇടയിലൂടെ റൈൻ റിവർ പോകുന്നതാണ് നമ്മൾ മേലെ എത്തുമ്പോൾ കാണുന്നത്. ഞങ്ങൾക്ക് 2 പേർക്കും ആ വ്യൂ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ താഴേക്ക് ഇറങ്ങുന്നതും ഈ ചെറിയ സ്റ്റെപ്സ് വഴി തന്നെയാണ്. ലിഫ്റ്റിൻ്റെ ഓപ്ഷൻ ഞങ്ങളവിടെ കണ്ടില്ല. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ഈ സ്റ്റെപ്സ് കയറാനും ഇറങ്ങാനും. അത് മാത്രമല്ല, അവർ ഈ സ്റ്റെപ്പ് കയറുന്നിടത്തേക്ക് 2 പേരെയാണ് അറ്റ് എ ടൈം പോകാനായിട്ട് അലൗ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കയറുമ്പം അധികം തിരക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, സേഫാണ്. ഈ കാണുന്നത് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ടെറസിലിരിക്കുമ്പോഴാണ്. ആ ടെറസ് സ്പേസിലൊരു കഫേ ഉണ്ട്. ആ കഫേയിൽ നിന്ന് നമുക്ക് ഡ്രിങ്ക്സും പിന്നെ ഫുഡും ഒക്കെ കിട്ടും. അപ്പം നമ്മൾ വല്ലാതെ ടയർഡ് ആവുകയാണെങ്കിൽ അവിടെ കയറി നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസ് ഇല്ല, ഈ ഒരു കഫേ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ജർമ്മനിയിലെ ഫേമസ് ഡിഷായിട്ടുള്ള ഷ്നിറ്റ്സലാണ് ട്രൈ ചെയ്തത്. ഒരു ആവറേജ് ടേസ്റ്റാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അടിപൊളിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഈ കഫേയുടെ സൈഡിലൂടെ പോയിട്ടാണ് നമുക്ക് ഈ കാസിലിൻ്റെ കിച്ചൺ കാണാൻ പറ്റുന്നത്. പണ്ട് ആ കിച്ചൺ എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെന്നും അതിലെന്തൊക്കെ എക്യുപ്മെൻറ്റ്സാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെന്നൊക്കെ അതിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എല്ലാം ഇല്ല, ചെറിയ രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അവിടെ അതുപോലെ മെയ്ഡ്സിൻ്റെ ടൈം ടേബിളും ഞങ്ങൾ കണ്ടു. അവിടെ കുറേ മെയ്ഡ്സ് ഉണ്ടായിരുന്നു. അവരെപ്പോഴാണ് ഫുഡ് കഴിക്കുന്നത്, എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യേണ്ടത്, എപ്പോൾ അവർ എഴുന്നേൽക്കണം, എപ്പോഴാണ് ഡിന്നർ സെർവ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ കംപ്ലീറ്റ് എഴുതിയിട്ടുള്ള ഒരു ടൈം ടേബിളും അവിടെ ഉണ്ടായിരുന്നു. ഈ കാസിലിലെ വിസിറ്റിന് ശേഷം നമുക്ക് ആ സെയിം ട്രെയിൻ തന്നെ എടുത്തിട്ട് ഈ മൗണ്ടെയിൻ്റെ ടോപ്പിലേക്ക് പോകാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ട്രെയിനിന് 3 സ്റ്റോപ്പാണുള്ളത്. അതിൽ മിഡിൽ സ്റ്റോപ്പാണ് ഈ കാസിൽ. അതിന് ശേഷം വരുന്ന സ്റ്റോപ്പാണ് ഈ മൗണ്ടെയിൻ്റെ ഏറ്റവും ടോപ്പിൽ. ഏറ്റവും ടോപ്പ് വരെ ട്രെയിൻ പോവില്ല, ഒരു പോയിന്റ് വരെ പോവുള്ളൂ. അതിനുശേഷം നമ്മൾ ഹൈക്ക് ചെയ്ത് ചെല്ലണം. ഹൈക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ ടോപ്പിൽ നിന്നുകൊണ്ട് താഴേക്കുള്ള വ്യൂ കാണാം. അതും വളരെ മനോഹരമാണ്. ഒബ്വിയസ്ലി നമ്മൾ ഇത്രയും മേലെ ചെന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ ഇത്രയും ഗ്രീൻ ആയിട്ടുള്ളൊരു പ്ലേസ് ആകുമ്പോൾ അതിൻ്റെ ബ്യൂട്ടി കൂടെ ഉള്ളൂ. ഞങ്ങൾ തിരിച്ച് താഴേക്ക് വരുന്ന സമയത്ത് ട്രെയിനിൻ്റെ വിൻഡോ നമുക്ക് ഓപ്പൺ ചെയ്തിടാൻ പറ്റും. ഞങ്ങൾ വിൻഡോ ഓപ്പൺ ചെയ്തിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്, കാറ്റ് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ തീരെ കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ട്രെയിൻ അത്രയും സ്ലോ ആയിട്ടാണ് പോകുന്നത്. മേ ബി 10 കിലോമീറ്റർ അല്ലെങ്കിൽ 20 കിലോമീറ്റർ അത്രയും സ്പീഡിലാണ് പോകുന്നതെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ഈ പോയ യാത്ര ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ജർമ്മനിയിൽ കൊളോൺ സൈഡിലേക്ക് വരികയാണെങ്കിൽ ആർക്കിടെക്ചറും ഹിസ്റ്ററി ഇഷ്ടമുള്ളവർക്ക് മാത്രമല്ല, നാച്ചുറൽ ബ്യൂട്ടി ഇഷ്ടമുള്ളവർക്കും എന്തായാലും പോയാൽ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന സ്ഥലമാണ് ഈ പ്ലേസ്. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.